ശ്രീ ഇഫ്തിഖറുദ്ദീൻ, PV അൻവറിന്റെ കാലം, ആ കാലത്തെ കോൺഗ്രസ് അതിനിശ്ചിതമായി എതിർത്തതാണ്. വികസന മുരടിപ്പിന്റെ കാലമാണ്. ദീർഘകാലം ആര്യാടൻ എന്ന ഇവിടുത്തെ കൊടുങ്കാറ്റിന് പോലും പിടിക്കാൻ കഴിയാത്തത് എന്ന് UDF ഉയർത്തിക്കാട്ടിയ, ആദ്യം അദ്ദേഹം വിജയിച്ചത് അന്ന് ഇടതുമുന്നണിയുടെ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ ആണെങ്കിലും പിന്നീട് രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹം അജയ്യനായിരുന്നു നിലമ്പൂരിൽ. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹം നടത്തിയ തേരോട്ടം അത് തുടരാൻ കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ അഭാവത്തിലുമാണ്. പിന്നീട് വന്ന PV അൻവറിനെ നിശ്ചിതമായി വിമർശിക്കുകയായിരുന്നു കോൺഗ്രസും UDF ചെയ്ത. PV അൻവറിനെ ഒപ്പം കൂട്ടുമ്പോൾ PV അൻവറിന്റെ കാലത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും വോട്ടർമാർക്ക് മുന്നിൽ അവതരിപ്പിക്കുക? അതൊരു വികസന മുരടിപ്പിന്റെ കാലമായിരിക്കുമോ, വികസന നേട്ടത്തിന്റെ കാലമായിട്ടായിരിക്കും ഒപ്പം കൂട്ടുമ്പോൾ അവതരിപ്പിക്കുക? ഈ പിണറായി സർക്കാർ 9 വർഷക്കാലം നിലമ്പൂർ എന്നല്ല കേരളത്തെ എല്ലാ മേഖലയിലും തകർത്തൊരു സർക്കാരാണ്. മാതൃഭൂമിക്ക് അതിൽ സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, മാതൃഭൂമിയുടെ പൊതുജനത്തിന് സംശയമില്ല. അതുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വന്നത് മഹാഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള കാരണം ഒന്നാമതായി ജനകീയ സർക്കാർ ആകേണ്ടതിന് പകരം ജനദ്രോഹ സർക്കാരായി മാറി. ഇവിടെ നിലമ്പൂരിനെ പരിശോധിച്ചാൽ 77-ന് ശേഷമാണ് നിലമ്പൂർ വികസനം എന്ന് കണ്ടത്. അതുവരെ ഒരു വികസനവും പറയാനില്ല. അങ്ങനെ പറയാൻ കഴിയെങ്കിൽ ഇപ്പോൾ പറയാം. ഒരു വികസനവും ശ്രീ ആര്യാടൻ മുഹമ്മദ് MLA ആകുന്നതിന് മുമ്പ് ഇവിടെ ഇല്ല. 3 മണിക്കൂർ 3 ദിവസമെടുത്താൽ നമ്മുടെ നിലമ്പൂരിൽ സഞ്ചരിച്ച് കാണാമായിരുന്നു എങ്കിൽ, നിയോജകമണ്ഡലം കാണാമായിരുന്നു എങ്കിൽ ഇന്ന് 1.5 മണിക്കൂർ കൊണ്ട് അത് സാധ്യമാകും. ഒരു പാലം പോലും 77-ന് ശേഷം പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. മന്ത്രിയായിരിക്കെ പിന്നീട് ആര്യാടന്റെ കാലഘട്ടം പറയട്ടെ. ആര്യാടൻ വന്നതിന് ശേഷം, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം, അദ്ദേഹം MLA ആയപ്പോൾ ലഭ്യമായിട്ടുള്ള വികസന പ്രവർത്തനമാണ്. ഇവിടെയുള്ള പാലങ്ങളെല്ലാം വന്നത് ശ്രീ ആര്യാടൻ മുഹമ്മദ് MLA ആയ സമയത്താണ്. അദ്ദേഹമാണ് വികസനത്തിന് തുടക്കം കുറിച്ചത്. ഇവിടെ KSRTC-യുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനം നോക്കിക്കേ. 8 കോടിയിലധികം രൂപ അതിന് നീക്കിവെച്ചു. 1-ാം ഘട്ടം പൂർത്തീകരിച്ചു. 9 വർഷം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ബൈപ്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഒന്ന് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. നഞ്ചൻകോട് റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും സർവേ ഉൾപ്പെടെ നടത്താൻ കോടാനുകോടി രൂപ ചെലവഴിച്ച് ശ്രീ ആര്യാടൻ മുഹമ്മദിന് സാധിച്ചുവെങ്കിൽ അതിൽ നിന്ന് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് സാധ്യമായിട്ടില്ല. PV അൻവറിന് സാധിച്ചിട്ടുണ്ടോ? PV അൻവർ ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം LDF സർക്കാർ കൊള്ള സർക്കാരാണെന്ന് പറഞ്ഞ് സ്വയം അദ്ദേഹം വിരമിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇടതുപക്ഷത്ത് നിന്ന് വിജയിച്ച വ്യക്തി നാട്ടിലെ ജനങ്ങളോട് പറയുന്ന വാചകം, ഇത് ജനകീയ സർക്കാരല്ല, ഇത് പിണറായിസമാണ്, പിണറായി ഏകാധിപതിയാണ്, അയാൾക്കും അയാളുടെ മകൾക്കും മരുമകനും വേണ്ടി ജീവിക്കുന്ന ഒരു സർക്കാർ, അതല്ലാതെ മറ്റൊന്നുമല്ല, ഇതാണ് പറയുന്നത്. അയാൾ അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഇവിടുത്തെ MLA സ്വമേധയാ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് ഞാൻ MLA ആയി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. മലപ്പുറം അത് തന്നെയാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന പിണറായി സർക്കാരിനെതിരായ ആരോപണം. പക്ഷെ PV അൻവർ നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ പറ്റുന്ന ഒരു ഘട്ടത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് PV അൻവർ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ PV അൻവറിനെ വിശ്വാസത്തിലെടുത്ത് UDFന്റെ ഭാഗമാക്കാൻ കഴിയാതെ പോകുന്നു എന്ന വലിയ ചോദ്യമുണ്ട്. അത് സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അതേസമയം PV അൻവറിന്റെ കാലത്തെ നിങ്ങൾ നേരത്തെ വിമർശിക്കുകയും ചെയ്തു. അങ്ങനെ വിമർശിക്കുകയാണെങ്കിൽ PV അൻവറിനെ ചേർത്ത് വെച്ച് എന്ത് വികസന രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യമുണ്ട്. ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ എത്രയോ മുമ്പ് ഉന്നയിക്കുന്നവരാണ്. അത് പ്രതിപക്ഷത്തിന്റെ ആരോപണമായിട്ടാണ് ജനങ്ങൾ കണ്ടിരുന്നത്. പക്ഷേ എന്താണോ UDF പറയുന്നത് അത് വളരെ വസ്തുതയാണ് എന്ന് മനസ്സിലായത് അൻവർ ഇത് പുറത്ത് പറഞ്ഞ് ഇറങ്ങി വന്നതോടുകൂടി ജനങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായി ഇത് പ്രതിപക്ഷത്തിന്റെ ആരോപണമല്ല, മറ്റത് ആരോപണമാണ്, ഇത് വസ്തുതയാണ്, സത്യസന്ധമായ അഭിപ്രായമാണ് UDF ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജനം മനസ്സിലാക്കിയത് ഇദ്ദേഹം MLA എന്ന സ്ഥാനത്ത് നിന്ന് മാറുന്നു. ശരി, നിലമ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയ നിലമ്പൂരിലെ വോട്ടർമാർക്ക് പറയാനുണ്ടാവും. PV അൻവറുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിലെ അഭിപ്രായ പ്രകടനത്തിനുള്ള സമയമുണ്ട്. ഈ 3 പേരോടും ചോദ്യങ്ങൾ ഉന്നയിക്കാം.